Hi friends, welcome to our channel. ഇന്ത്യൻ നേവിയിലേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലെ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിലാണ് ഒഴിവുകൾ. അൺമാരിഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 2026 ജനുവരിയിൽ കേരളത്തിലെ ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമലയിൽ ആരംഭിക്കുന്ന സ്പെഷ്യൽ നേവൽ ഓറിയന്റേഷൻ കോഴ്സിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് 2025 ഓഗസ്റ്റ് 2-നാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 2025 ഓഗസ്റ്റ് 17. 2001 ജനുവരി 2-നും 2006 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഇംഗ്ലീഷിന് കുറഞ്ഞത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ ഇനി പറയുന്ന യോഗ്യതകളിൽ ഏതെങ്കിലും ഒന്നിൽ മൊത്തത്തിൽ കുറഞ്ഞത് 60% മാർക്ക് നേടിയിരിക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. MSc, BE, BTech, MTech Computer Science and Engineering, Computer Engineering, Information Technology, Software Systems, Cyber Security, System Administration and Networking, Computer Systems and Networking, Data Analytics, Artificial Intelligence, അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞ് MCA പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം. അപ്പോൾ അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഇംഗ്ലീഷിന് കുറഞ്ഞത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രീമുകളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കുറഞ്ഞത് 60% മാർക്കോടെ പൂർത്തിയാക്കിയിരിക്കുകയും വേണം. മൊത്തം 15 ഒഴിവുകളുണ്ട്. അതേപോലെ തന്നെ NCC കാൻഡിഡേറ്റുകൾക്കുള്ള പരിഗണന പറഞ്ഞിട്ടുണ്ട്. നേവൽ, ആർമി, എയർവിംഗ് എന്നിവയിൽ B ഗ്രേഡോടെയുള്ള NCC C സർട്ടിഫിക്കറ്റ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഷോർട്ട് ലിസ്റ്റിംഗിനായുള്ള കട്ട് ഓഫ് മാർക്കിൽ 5% ഇളവ് ലഭിക്കും. അപ്പോൾ 2 അക്കാദമിക് വർഷത്തിൽ കുറയാത്ത സർവീസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ C സർട്ടിഫിക്കറ്റ് 2023 ജനുവരി 1-ന് ശേഷം ഉള്ളതായിരിക്കണം. യോഗ്യതാ പരീക്ഷയുടെ മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റിംഗ് തയ്യാറാക്കുന്നത്. BE അല്ലെങ്കിൽ BTech പൂർത്തിയാക്കിയ അല്ലെങ്കിൽ അവസാന വർഷം പഠിക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ 5ാം സെമസ്റ്റർ വരെയുള്ള മാർക്കുകൾ SSB ഷോർട്ട് ലിസ്റ്റിംഗിനായി പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ MSc, MCA, MTech പൂർത്തിയാക്കിയ കാൻഡിഡേറ്റ്സിന്റെ എല്ലാ സെമസ്റ്ററുകളുടെയും മാർക്കുകൾ ഷോർട്ട് ലിസ്റ്റിംഗിനായി പരിഗണിക്കും. MSc, MCA, MTech പഠിക്കുന്ന അവസാന വർഷ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പ്രീ ഫൈനൽ വരെയുള്ള മാർക്കുകളാണ് ഷോർട്ട് ലിസ്റ്റിംഗിനായി പരിഗണിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിനെ SSB ഇന്റർവ്യൂവിനായിട്ട് ഇമെയിൽ അല്ലെങ്കിൽ SMS വഴി അറിയിക്കും. ആദ്യമായി SSB ഇന്റർവ്യൂവിന് ഹാജരാകുന്നവർക്ക് AC 3 ടയർ ട്രെയിൻ ഫെയർ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് 10 വർഷത്തേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ ലഭിക്കും. സേവന കാലാവധി 2 വർഷം വീതമുള്ള ഘട്ടങ്ങളായിട്ട് പരമാവധി 14 വർഷം വരെ നീട്ടാൻ സാധ്യതയുണ്ട്. 14 വർഷത്തിന് ശേഷം സർവീസ് തുടരാൻ സാധിക്കില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിനെ സബ് ലെഫ്റ്റനന്റ് റാങ്കിൽ നിയമിക്കും. ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമലയിൽ 6 ആഴ്ചത്തെ നേവൽ ഓറിയന്റേഷൻ കോഴ്സ് ഉണ്ടായിരിക്കും. അതിനുശേഷം നേവൽ ഷിപ്സിലും അതേപോലെ തന്നെ ട്രെയിനിങ് സ്ഥാപനങ്ങളിലും പ്രൊഫഷണൽ ട്രെയിനിങ് നൽകും. അൺമാരീഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ പരിശീലനത്തിന് അർഹതയുള്ളൂ. അതേപോലെ തന്നെ SSC ഓഫീസർമാരുടെ പ്രൊബേഷൻ കാലയളവ് 2 വർഷമാണ്. സബ് ലെഫ്റ്റനന്റ് റാങ്ക് ലഭിക്കുന്ന തീയതി മുതലാണ് ഇത് ആരംഭിക്കുന്നത്. അതേപോലെ ഒരു സബ് ലെഫ്റ്റനന്റിന്റെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് പ്രതിമാസം 56,100 രൂപ മുതലാണ്. മറ്റ് അലവൻസുകളും ലഭിക്കും. ഇന്ത്യൻ നേവി വെബ്സൈറ്റ് ആയ www.joinindiannavy.gov.in വഴി രജിസ്റ്റർ ചെയ്യുകയും അപേക്ഷ ഫില്ല് ചെയ്യുകയും ചെയ്യുക. അപേക്ഷ ഫില്ല് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖകൾ പ്രത്യേകിച്ച് ഒറിജിനൽ തന്നെ കൈവശം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ ഫില്ല് ചെയ്യുക. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും കൊടുക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആധാർ കാർഡിലെ വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് നൽകുക. ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക. അതായത് മാർക്ക് ഷീറ്റുകൾ, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖകൾ, അതിന് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് മതിയാവും. അതിനുശേഷം CGPA കൺവേർഷൻ ഫോർമുല, NCCC സർട്ടിഫിക്കറ്റുകൾ, റീസെന്റ് ആയിട്ട് എടുത്ത പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ എന്നിവ സ്കാൻ ചെയ്യുക. അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് SSB ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഒരിക്കൽ സമർപ്പിച്ച അപേക്ഷയിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ വിവരങ്ങളും നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വെബ്സൈറ്റിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിച്ച് മനസ്സിലാക്കുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.